CPM എടത്തനാട്ടുകര ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനവും ബഹുജന പ്രകടനവും ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ്ക്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. കൊടിക്ക് കീഴിൽ നിൽക്കാതെ ആരുടെയെങ്കിലും പിറകെ പോയാൽ പാർട്ടിയിൽ ഉണ്ടാവില്ലെന്ന് മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി. പ്രതിനിധി സമ്മേളനത്തിന് ശേഷം നീട്ടിവെച്ച പൊതുസമ്മേളനവും ബഹുജന പ്രകടനവും 1 മാസവും 10 ദിവസവും കഴിഞ്ഞാണ് ശനിയാഴ്ച രാത്രി കോട്ടപ്പള്ള സെൻട്രലിൽ നടന്നത്. വട്ടമണ്ണപ്പുറത്ത് നിന്ന് റെഡ് വളണ്ടിയർ മാർച്ചിന്റെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെയാണ് എടത്തനാട്ടുകര സെന്ററിലേക്ക് ബഹുജന പ്രകടനം നടന്നത്. വളണ്ടിയർ ക്യാപ്റ്റൻ അമീൻ മടത്തൊടി, വൈസ് ക്യാപ്റ്റൻ M കൃഷ്ണകുമാർ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ്ക്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. വർഗീയതയ്ക്കെതിരെ വയനാടിന് ഒരു പൈസ നൽകാതെ തമിഴ്നാടിന് 944 കോടി കൊടുത്തു. മഴയുണ്ടായി പിറ്റേ ദിവസം ആന്ധ്രയ്ക്ക് 30 പേർ മരണപ്പെട്ടപ്പോൾ 3000 കോടി കൊടുത്തു. അനൗദ്യോഗിക കണക്കിൽ 500 പേർ മരണപ്പെട്ട കേരളത്തിന് വട്ടപൂജ്യം. നമ്മൾ ചോദിക്കുന്നത് AKG സെന്ററിലേക്ക് അരി വാങ്ങിക്കാനുള്ള കാശല്ല, RSSകാരന്റെ തറവാട്ടിൽ നിന്നുള്ള സ്വത്തിന്റെ ഒരു പിടി വിഹിതവുമല്ല, കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന നികുതിയുടെ അവകാശമാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ എന്താണ്, ഒരു വിഹിതം പോലും തരുന്നില്ല. RSS നയിക്കുന്ന യൂണിയൻ ഗവൺമെന്റ് കേരളത്തിനും വയനാടിനും 1 രൂപ നൽകാതെ കേരളത്തെയും വയനാടിനെയും അങ്ങ് തകർത്ത് കളയാമെന്നാണോ നിങ്ങൾ കാണുന്നത്? ഒരു വ്യക്തിയുടെയും പിന്നിൽ ഒരാൾ നിൽക്കണ്ട, കൊടിക്ക് കീഴിൽ നിന്ന് പ്രവർത്തിക്കാത്തവർ ആരും ഇനി പാർട്ടിയിൽ ഉണ്ടാവില്ലെന്ന താക്കീത് നൽകി ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി. 4 ചേരിയായി നിന്ന് പോരടിക്കാനുള്ളവരല്ല നമ്മൾ. ഈ കൊടിയുടെ കീഴിൽ നിന്നുകൊണ്ട് മാത്രമുള്ള പ്രവർത്തനം മണ്ണാർക്കാട് ഇനി മുതൽ ഉണ്ടായാൽ മതി. 21 പേരടങ്ങുന്ന മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി മണ്ണാർക്കാട് ഏരിയയിൽ വരുന്ന 3 വർഷക്കാലത്തേക്ക് കാണിച്ചു കൊടുക്കുന്ന പ്രവർത്തനവും അത് തന്നെ ആയിരിക്കും എന്ന ഉറപ്പാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്. ഒരു വ്യക്തിയുടെയും പിന്നിൽ ഒരാളും അണിനിരക്കേണ്ട കാര്യമില്ല. ഈ ചെങ്കൊടിയുടെ കീഴിൽ നിന്നുകൊണ്ട് മാത്രമേ മണ്ണാർക്കാട്ടെ പാർട്ടി ഇനി മുന്നോട്ട് പോകൂ. അല്ലാത്തവരൊന്നും ഈ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല എന്ന താക്കീത് കൂടി ഈ സമ്മേളനത്തിൽ ബഹുമാനപുരസനം സൂചിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടിയെ നല്ല കരുത്തുറ്റ പാർട്ടിയായി മണ്ണാർക്കാട് വളർത്തിയെടുക്കുന്നതിന് ഈ പാർട്ടിയെ നെഞ്ചിലേറ്റി നടക്കുന്ന നിങ്ങൾ എല്ലാവരും ഒപ്പമുണ്ടാവണം, കൂടെ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എടത്തനാട്ടുകരയിൽ CPM ഒറ്റക്കെട്ടാണ്. പ്രശ്നങ്ങളുണ്ടാക്കി പാർട്ടിയിൽ നിന്നും ആളുകളെ അടർത്തിയെടുക്കാമെന്ന UDF ഉൾപ്പെടെയുള്ളവരുടെ മോഹം നടക്കില്ലെന്ന് ലോക്കൽ സെക്രട്ടറി പ്രജീഷ് പുളയ്ക്കൽ പറഞ്ഞു. എടത്തനാട്ടുകര ലോക്കൽ കമ്മിറ്റി കഴിഞ്ഞ സമ്മേളനം പൂർത്തിയാക്കി 13 അംഗ ലോക്കൽ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തുകൊണ്ട് അടുത്ത വരുന്ന 3 വർഷക്കാലത്തേക്ക് ഈ എടത്തനാട്ടുകര കമ്മിറ്റി, എടത്തനാട്ടുകര CPIMന്റെ ലോക്കൽ കമ്മിറ്റി വരും കാലങ്ങളിൽ എടത്തനാട്ടുകരയുടെ CPIMന്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ചില ആളുകൾക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട്, വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, നമുക്കിടയിൽ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിന്റെ ഭാഗമായിട്ട് ചില ആളുകളെ ഞങ്ങൾ അടർത്തിയെടുക്കാം. അങ്ങനെ അടർത്തിയെടുത്ത് വേറെ എന്തെങ്കിലും സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാം, UDF സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെയുള്ള ആശയമുള്ള ആളുകളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, CPIM എടത്തനാട്ടുകര എന്നുള്ളത് ഒറ്റക്കെട്ടാണ്. അത് അടുത്ത 3 വർഷക്കാലത്തേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരപ്പെടും. CPM ജില്ലാ കമ്മിറ്റി അംഗം PM ആർഷോ, ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി, ലോക്കൽ സെക്രട്ടറി പ്രജീഷ് പുളയ്ക്കൽ, P മുസ്തഫ, TV സെബാസ്റ്റ്യൻ, V ശൈലജ, V ഷൈജു, CT മുരളീധരൻ, C യൂനിസ് തുടങ്ങിയവർ പങ്കെടുത്തു. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്, അലനല്ലൂർ. ഫോൺ 04924 262 427.